ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഒരു 8ൻ്റെ പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മോനും എനിക്കും കൂടി രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അതായത് ഇക്കാക്ക് ലീവായ കാരണം കൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ സ്കൂട്ടിയും കൊണ്ടായിരുന്നു പോയത്. അപ്പോൾ മോൻ ഇങ്ങനെ സ്കൂട്ടിയുടെ മുന്നിൽ നിന്നിട്ട് അലീൻ്റെ അടുത്ത് ഇക്ക സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവന് വണ്ടി അങ്ങോട്ട് ഓണാക്കി ആക്സിലേറ്റർ അങ്ങോട്ട് കൂട്ടി രണ്ടാളും പാടെ ഒറ്റ പോക്ക് അങ്ങോട്ട് പോയിട്ടോ. എന്തോ പഠിച്ചുകൊണ്ട് വലിയൊരു കുരുത്തം കൊണ്ട് വലുതായിട്ടൊന്നും ഇതായിട്ടില്ല. അപ്പോൾ എല്ലാവരും കുട്ടികളും വണ്ടികളൊക്കെ ഉള്ളവർക്ക് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ എന്താ പറയുക, മക്കൾ ഇതാക്കുമ്പോൾ നമ്മൾ ഇക്കങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ അത് കാരണം രാവിലെ തന്നെ അപ്പോൾ വേഗം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇക്കാൻ്റെ കൈമ ചെറിയൊരു മുറിയുണ്ട്. അപ്പോൾ ഇവനെ കാണിച്ചിട്ട് ഇവൻ ചായ കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ മുറിയൊന്ന് ഞാൻ ഡ്രസ്സ് ചെയ്യണം പറഞ്ഞിട്ട് ഇക്ക ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ കണ്ണിൻ്റെ ഇവിടെ ചെറുതായിട്ടൊരു വീക്കം പോലെയുണ്ട്. പിന്നെ ചുണ്ടിൻ്റെ ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇക്കാൻ്റെ മുറി ഇതാ ഡ്രസ്സ് ചെയ്ത്. പിന്നെ അവനെ കണ്ണിൻ്റെ ഡോക്ടർ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒന്ന് വെള്ളിയാഴ്ച ദിവസം നമുക്ക് എന്താ പറയുക ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എന്താ പറയുക, അവനെ സുന്നത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അത് കുറേ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ ഇപ്പോൾ ഇടുന്നതെന്നുള്ളൂ കേട്ടോ. അവന് കുറേ മുന്നേ പെരുന്നാളിൻ്റെയൊക്കെ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സുന്നത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ വണ്ടിയൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുഡിൻ്റെ ഒന്നും. കാരണം അവന് ഈ വേദനയൊക്കെ കാരണം കൊണ്ട് ഫോണിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഫോണൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിതാ ഉച്ചയ്ക്ക് ശേഷം ജുമാക്ക് ശേഷം അവനെയും കൊണ്ട് പള്ളിയിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഭയങ്കര കരച്ചിലും വാശിനെ കേട്ടോ. ചുണ്ടിൻ്റെ മുകളിലായ കാരണേ ഭയങ്കര നീറലും ഫുഡ് കഴിക്കാൻ പറ്റായികയും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വരവരിക്കാണ് വന്നിട്ടുണ്ടായിരുന്നു. സുന്നത്ത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് പള്ളിയിൽ കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതാ അവന് ഒതുങ്ങി അവിടെ പോയിരിക്കട്ടെ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാറേ ഇല്ല. നല്ലോണം പേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ വന്ന് വീണ കാരണം കൊണ്ട്. അപ്പം മക്കളൊക്കെ ഉള്ളവരും ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനത്തെ ഒരു കാര്യം. ഇങ്ങനൊന്നും ആർക്കും എന്തോ ഒരു ചെറുത് സംഭവിച്ചുള്ളൂ. പക്ഷേ അത് പഠിച്ചവൻ്റെ ഒരു കുരുത്തം അങ്ങനെ വിചാരിക്കുക. അതൊക്കെ കഴിഞ്ഞത് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കാൻ്റെ അനിയൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇതാ രണ്ടാളും ഇരിക്കുകയാണ്. അപ്പോൾ ഉമ്മ അവിടെ പത്തിരിപ്പണിയിലാണ്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഈ എന്താ പറയുക പത്തിരിയുടെ മാവൊക്കെ കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അവന് ഓരോന്നും പറഞ്ഞിട്ട് മോൻ്റെ അടുത്ത് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ശനിയാഴ്ച ഇങ്ങോട്ട് വന്നു. ഞായറാഴ്ചയാണ് കേട്ടോ കല്യാണം. ശനിയാഴ്ച വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ച രാവിലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പം അതാ രാവിലെ തന്നെ പത്തിരിപ്പണിയിലാണ്. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരി. അപ്പോൾ ഞാൻ പിന്നെ അവിടെ അങ്ങനെ എനിക്ക് സമയം കിട്ടാത്ത കാരണം ഒന്നും ഉണ്ടാക്കാറില്ല. പത്തിരിപ്പണിക്കൊന്നും നിൽക്കാറില്ല. കുറേ ടൈമൊക്കെ വേണമല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉമ്മ അതൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. പിന്നെ ചെറുത് ഇതായിക്കാൻ അതിനും കൂടിയിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്നും പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ. ഇക്ക പിന്നെ രാവിലെ പുറത്തൊക്കെ പോയിട്ടുണ്ട്, കൂട്ടുകാരൊക്കെ കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ ഇതാക്കുകയാണ്. ഉപ്പാക്ക് പണിയുണ്ട്, ഉപ്പ അതിന് പോയി. പിന്നെ ഉമ്മ അവിടെ അടുക്കളയിൽ പണിയിലാണ്. അപ്പോൾ അവനതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് ചെന്നിട്ട് മൂത്താളിങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവന് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും ഇവന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആര് പുറത്ത് പോകേണ്ടത് നോക്കിയിരിക്കില്ല കേട്ടോ പണി, അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് കൊണ്ടുപോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിപ്പിക്കുക കേട്ടോ കുറേ നേരം. കൊണ്ടുപോവില്ല, ഈ അപ്പിയാണെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവനും പറയുന്നുണ്ട് ഇങ്ങനെ അപ്പിയാണ് എന്നൊക്കെ. അവൻ അങ്ങനെ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പ പറയും കേട്ടോ, ഉമ്മ അപ്പി, ഉപ്പ അപ്പി, അല്ലെങ്കിൽ ബേബി അപ്പി, അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുക ഇഷ്ടമില്ലാത്ത കണ്ടു കഴിഞ്ഞാൽ. ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഒക്കെ ഓക്കെയാണ് കേട്ടോ. അങ്ങനെ അവനിതാ വണ്ടിയിലാണ് ചെരുപ്പ് നല്ല അങ്ങനെ രാത്രി വന്നപ്പോൾ അതിൽ ഉരുട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തായാലും അവന് പിന്നാലെ കൂടിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവന് പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, രണ്ടുപേരും കൂടെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ അവരെ കുറേ നേരം വാശി കുറുമ്പൊക്കെ അയച്ചിട്ട് കൊണ്ടുപോവാണ് കേട്ടോ പുറത്തേക്ക്. അവനെന്തോ പണിയുടെ കാര്യമൊക്കെ സംസാരിക്കാനും ഇതിനൊക്കെ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അവനും കയറിയതാക്കിയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്.
അപ്പോൾ എന്താ പറയുക, ഇന്നലത്തെ മുറിയുടെ ഇത് കാരണം കൊണ്ടും എല്ലാം ഇവിടെ ഇങ്ങനെ ഒരു പാട് പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. മുഖത്ത് ആകെ ഒരു കരിവാളിപ്പ് പോലെ ആയിട്ടാണ്. അപ്പോൾ അവൻ പോയ വിഷമത്തിൽ മറ്റവൻ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ പുറത്തേക്ക്. അവനെ കൊണ്ടുപോയില്ലല്ലോ. ഇപ്പോൾ ആരെങ്കിലും പോകാന്നുണ്ടെങ്കിൽ ഒക്കെ നോക്കും കേട്ടോ മൂപ്പരാൾ. നല്ല നോട്ടാണ് കേട്ടോ, പിന്നാലെ ചാടാനും ഒക്കെ. അപ്പോൾ അവൻ ചിരിക്കാത്തത് എന്താ വെച്ചാൽ മറ്റൻ പോയ വിഷമത്തിലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ്. പത്തിരിയും കടലക്കറിയും പിന്നെ ഇന്നലത്തെ ചില്ലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് റൂമിൽ ഇരുന്നിട്ട് തന്നെ കേട്ടോ കഴിക്കുന്നത്. കാരണം ഉമ്മ അവിടെ പണിയിലാണ്. അപ്പോൾ മോനവിടെ കിടത്തിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അത് കല്യാണത്തിനും പോകാൻ ഒരുങ്ങാനിട്ട് ഞങ്ങൾ പിന്നെ വൈകുന്നേരത്തെ റിസപ്ഷനാണ് കേട്ടോ പോകണുള്ളൂ. ഇവിടെ എന്താ പറയുക, കെട്ടാൻ പോവാന്ന് പറയാം. നമ്മുടെ അടുത്ത പോലെ അല്ല കേട്ടോ കല്യാണം. അപ്പോൾ കെട്ടാൻ പോവാന്ന് പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എണ്ണ തേച്ച കാരണം കൊണ്ട് മുഖത്തേക്ക് എണ്ണ ഇറങ്ങി കൊണ്ട് പൗഡർ ഇട്ടാ കേട്ടോ. അതൊക്കെ വീണ്ടും തുടച്ചിട്ട് കളഞ്ഞിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മോനെയും കൂട്ടിയിട്ട് കുളത്തിലൊക്കെ കുളിച്ച് എന്നിട്ടൊക്കെ വരുന്നിട്ടുള്ളത്. അവനവിടെ ആക്കിയാണ്. അവന് ഈ ഒരാഴ്ച സുന്നത്ത് കഴിഞ്ഞിട്ട് 1-2 ആഴ്ച കിടന്ന കാരണം പുറത്തേ ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ അതൊക്കെ ഇവിടെ വന്നിട്ട് തീർക്കാണ് കേട്ടോ. മണ്ണിൽ ഭയങ്കര കളിയാണ്. അപ്പോൾ ട്രൗസറൊന്നും ഇട്ടിട്ടില്ല. കുളിയൊക്കെ കഴിഞ്ഞതാണ്. എന്നിട്ടാണ് കളിക്കുന്നത് കേട്ടോ. കുപ്പിവെള്ളം എടുത്തുകൊണ്ട് പോവുക, കളിക്കുക തന്നെ. അപ്പോൾ പിന്നെ എന്തായാലും ഇതുവരെ കളിച്ചിട്ടില്ലല്ലോ, കുറച്ച് നേരം കളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കല്യാണത്തിന് പോവാണ്. അപ്പം ഉമ്മാൻ്റെ അലക്കൽ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ രാവിലെ വെള്ളം വരും. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ എല്ലാം വേഗം പണികൾ, അലക്കൽ അങ്ങനത്തെ പണികളൊക്കെ വേഗം കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ കേട്ടോ. 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല മഴ പറഞ്ഞു. 11:30 ആയപ്പോഴേക്കും നല്ല മഴ കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് നേരം നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങാനിട്ട് ചെയ്ത്. നല്ല മഴ പെയ്തു കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ വരണമെങ്കിൽ ഉച്ചയൊക്കെ കഴിയുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോഴേക്ക് എന്താണ് അനിയൻ പണിക്ക് പോണ ഏട്ടൻ്റെ വൈഫാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴൊക്കെ ചേച്ചിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഉമ്മ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഉമ്മയും കൂടി ഭയങ്കര കുക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും മോനെടുത്ത് നടക്കുന്ന കാരണം കൊണ്ട് പായിട്ട് കിടത്തണം എന്നും പറഞ്ഞിട്ട്, കുട്ടികളെപ്പോഴും പായിട്ട് കിടത്തണം പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ പായൊക്കെ ഇട്ട് കിടത്തിയിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുളിച്ചിട്ട് വരാൻ പറഞ്ഞ ആ സമയം കൊണ്ട് അപ്പോഴേക്കും മഴയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. പിന്നെ വന്നിട്ടില്ല. പിന്നെ അവിടെ നിന്ന് കല്യാണത്തിന് പോയതല്ല. അങ്ങനെ കഴിച്ചിട്ടാണ് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാ ചോറിനെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതാണ് അവൻ്റെ കൂടെ പണിക്ക് പോകണ ഏട്ടൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്ത് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ കേട്ടോ, റിസപ്ഷൻ. അപ്പോൾ ഞാനും ഉമ്മയും മക്കളും ഇക്കയും കൂടിയിട്ടാണ് പോകണത്. അങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ കൂട്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ പിന്നെ അവനിവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അവന് പിന്നെ എവിടെ പോവുകയാണെങ്കിലും ഈ ഒരു ഡ്രസ്സ് മതി പറഞ്ഞിട്ടുള്ളൊരു വാശിയാണ് കേട്ടോ. മക്കൾക്ക് ചില ഡ്രസ്സിന് പറ്റി കഴിഞ്ഞാൽ എപ്പോഴും അതന്നെ ഇടണ ഒരു ശീലമാണല്ലോ. അവനിപ്പോൾ ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇടാനും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഉള്ളിലേക്ക്. അപ്പോൾ അത് കാരണം അത് മതി പറഞ്ഞിട്ട് അതന്നെ പിടിച്ച് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കല്യാണത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിസപ്ഷനാണ്. അപ്പോൾ കുറച്ച് ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഫോട്ടോ എടുക്കാനുള്ള ഇതിലൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും പോയില്ല. അവർ ഗ്യാങ് ഇക്കയും മോനും കൂടെ പോയിട്ടുണ്ടായില്ല. അവരെ ഗ്യാങ് എല്ലാവരും കൂടെ പോയി ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇക്കാൻ്റെ ഇവിടെ കല്യാണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെണ്ണിന് നിക്കാഹ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടുന്ന് പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ കൂട്ടും. പോണവർക്കൊക്കെ അവിടെയാണ് ഫുഡ് ഉച്ചയ്ക്ക് ഉണ്ടാവുക. അവിടെ നിന്ന് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ അവർ അവിടെ നിന്ന് നിക്കാഹ് കഴിച്ചിട്ട് വേഗം പെണ്ണിനെ കൂട്ടി വരും കേട്ടോ. എന്നിട്ട് ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറി സെറ്റായി അങ്ങനെ നിൽക്കുമ്പോഴേക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരിക കേട്ടോ. അങ്ങനെയാണ് ഇവിടെ കല്യാണം കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയാകുമ്പോഴല്ലേ പോകും. അവിടെ അങ്ങനെയല്ല കേട്ടോ. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ചെല്ലുന്നവർക്കൊക്കെ പെണ്ണിൻ്റെ വീട്ടിലാണ് ഫുഡ് ഉണ്ടാവുക. പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നവർക്ക് വൈകുന്നേരത്ത് വഴി ഫുഡ് ഉണ്ടാവുക. അങ്ങനെയാണ് കേട്ടോ പരിപാടികളൊക്കെ. അപ്പോൾ അവിടെ എന്താ പറയുക, എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മോനും ഉണ്ട്. അപ്പോൾ എന്തായി കഴിഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക ദഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മോന് പിറ്റേ ദിവസം അംഗനവാടിക്ക് പോകാനുള്ള ദിവസം തുടങ്ങുകയാണല്ലോ. അപ്പോൾ ഉമ്മ പാത്രം ഇതൊക്കെ വാങ്ങി തരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും പാത്രം, വെള്ളം കുപ്പി, കൊട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗ് പിന്നെ മുന്നേ വാങ്ങിയത് നമ്മളെ അടുത്ത് കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം പിന്നെ
അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവന് വാശി പിടിച്ചിട്ട് 2 കാറ് വേണം വേണ്ട അതൊക്കെ ഉമ്മാനെ കൊണ്ട് വാങ്ങിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് അതും കൂടെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞ് നേരെ പട്ടാമ്പിക്ക് പോവാണ് കേട്ടോ. കാരണം പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ്. അപ്പോൾ അവൻ അംഗനവാടിക്ക് വിടാനോ ഇക്കാക്ക് കച്ചവടത്തിന് പോകാനോ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ അവർ കുടയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറും പാത്രമൊക്കെ എടുത്ത് പിന്നെ വെള്ളം കുപ്പിയൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ സംഭവങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. പട്ടാമ്പിക്ക് പോവാണ്. അപ്പോൾ വൈകുന്നേരത്തെ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ പോകുമ്പോൾ വീട്ടിലെത്തുമ്പോഴൊക്കെ എന്തായാലും പട്ടാമ്പി എത്തുമ്പോൾ 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും തിരിച്ച് ഞങ്ങൾ പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.